അപ്പോൾ ഹേ ഗൈസ് എല്ലാം മച്ചമാക്കും പറഞ്ഞ മറ്റൊരു യോഗം നമ്മൾ കുറേ ഒരു 12 ദിവസം സംതിങ് ആയി ഗൈസ് ശേഷം മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് പിന്നെ വന്നിരിക്കുന്ന ആണ് ഗൈസ്. നമ്മളിപ്പോൾ ഇത് എപ്പിസോഡ് 4 or 5 സംതിങ് ആണ്. ഇന്നത്തെ പരിപാടിയിലെ കേവ് മൊത്തം ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. അതിൻ്റെ അടുത്ത വീഡിയോ വേണം ഇത് ചെയ്യാൻ, ഡയമണ്ട് കണ്ടുപിടിച്ച് പോകാൻ. എന്നാലും ഒബ്സിഡിയൻ കുടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. നമുക്ക് എന്നാൽ കേവ് ഏകദേശം മൊത്തം എക്സ്പ്ലോർ ചെയ്യണം കഴിച്ചാൽ, എന്നിട്ട് നമ്മൾ ഡയമണ്ടൊക്കെ മൈൻ ചെയ്യാൻ പോകത്തുള്ളൂ. ഇത് ലാഗ് മോഡല് ലാഗ്, ഇതാണ് കഴിച്ച പ്രശ്നം. കുഴപ്പമൊന്നുമില്ല. ആയുധങ്ങളെല്ലാം കയ്യിലുണ്ടോ നോക്കട്ടെ. നമുക്കൊരു സോഡും കൂടെ ഉണ്ടാക്കണം ഗൈസ്, എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സ്റ്റോണൊന്നും ഇല്ലേ, നമ്മളെ സ്റ്റാക്കണമെന്ന് സ്റ്റോണിരിക്കുക. എപ്പോഴാണ് ഒരു സോഡ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ലെന്ന് പോലും. നമുക്ക് വെക്കാനുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് പോകാം ഗൈസ്. ഡേറ്റിനൊക്കെ എന്തായാലും നമുക്ക് കേവിലോട്ട് പോവാം ഗൈസ്. എനിക്ക് ലാഗ് അടിച്ച് 2 ബെഡ് കിട്ടി, ബഗ് അടിച്ച്. അത് നല്ല കാര്യമാണ്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ലാഗ് വരുന്നുണ്ട് ഗൈസ്. തെറ്റി ഇങ്ങോട്ടല്ല ഗൈസ്, അല്ല ഇങ്ങോട്ടൊന്നും അല്ല. നമ്മൾ ഡയമണ്ടിന് വേണ്ടി കുഴിച്ചപ്പോഴായിരുന്നു, താപ്പോട്ട് പോയപ്പോഴായിരുന്നു ഈ ഗുഹ ഉണ്ടോ. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് കയറി ഇറങ്ങാൻ ഗൈസ്. എന്തായാലും ലാഗുണ്ട് ഗൈസ് നല്ലോണം. നമുക്ക് ബ്രെഡ് 22 ബ്രെഡ് അതൊക്കെ മതി. നമുക്ക് എന്നിട്ട് താപ്പിടണം. ഇവിടെ ബെഡ് വെച്ച് റീസ്പോൺ അടിച്ചേക്കാം ഗൈസ്. ഇവിടെ ടോർച്ചില്ല, ടോർച്ച് ഉണ്ടാക്കിയില്ല. അയ്യോ, ഈ ഫുള്ള് ഉണ്ടാക്കാം. പിന്നെ കോളില്ല, നമുക്ക് ചാർക്കോളിനെ ആശ്രയിക്കേണ്ടി വരും. കൊള്ളാം. ഉണ്ടായിരുന്നു അവിടെ എന്തോ ഞാൻ ഡയമണ്ട് കൂട്ടി അയ്യോ ഡയമണ്ട് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടേക്കാണ് ഗൈസ്. കൂട്ടിയിടാം. ഡയമണ്ട് ആവും തോന്നുന്നു. ഡയമണ്ട് അയ്യോ അടി തേങ്ങ്. ഇത് സൈഡിൽ കൂടെ പോയിട്ട് മെനക്കേണ്ട പരിപാടിയാണ്. റിസ്ക് എടുത്തൊക്കെയാണ് പോകുന്നത്. നിങ്ങൾ ആ റിസ്കിന് വേണ്ടി എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. എന്നാലും എനിക്ക് റിസ്ക് മേടിക്കാൻ പൈസ ഇല്ല. നമ്മുടെ ഈ വേൾഡിലെ ഫസ്റ്റ് ഡയമണ്ട് ഗൈസ്. ഈ മോഡല് സ്പൈഡറുണ്ടെങ്കിൽ കയറി വരുന്നുണ്ട്. സ്പൈഡർമാനാ ത്തില്ല. ചത്തു ഇപ്പൊ ചാവും മോഡല്. ഒരു ഡയമണ്ട് എടുക്കാൻ വന്നെയാണ് ഗൈസ്.
അവസ്ഥ നോക്ക്. അമ്മമാരെല്ലാം അടിയുകൊണ്ട് ചാവും മിക്കവാറും നമ്മൾ. ഇതിൻ്റെ ഇത് കണ്ടായിരുന്നു ഡ്യൂറബിലിറ്റി നോക്കിയില്ലായിരുന്നു. ഇപ്പോൾ തേങ്ങിന്. ഓ, ഫസ്റ്റ് ഡയമണ്ട് നമ്മൾ എടുത്തിരിക്കുന്നു ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട്. യോ 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 ഡയമണ്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് എടുത്തിട്ട് പോവാം ഗൈസ്. മോയെ 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 പാതിരാവിലും നമ്മൾ ഇവിടെ അങ്ങനെ വാള കിടപ്പുണ്ടോ? നമ്മുടെ പിക്കാക്സ് കിടപ്പുണ്ടോ? അങ്ങനെയാണ് ഇവനെ കൊല്ലണം. ഇവനെടുത്ത് ചാടി മിക്കവാറും നമ്മൾ ചാവും. അവിടെ കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് ഒറ്റ ചാട്ടം നനവ് എടുത്തിട്ട് അങ്ങോട്ട് ഓടിയാലോ? ഓടാം. 3, 2, 1 ഓടിക്കോ. ഒന്നും കാണാൻ വയ്യ. പെട്ട് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഗൈസ്. ഞാൻ ചാടിക്ക് ചത്തേ. സ്കെൽട്ടൺ നിൽപ്പുണ്ട് ഗൈസ് അവിടെ. ഇവിടെ നേരം കൊല്ലല്ലേ കൊല്ലല്ലേ. രക്ഷപ്പെട്ടു ചെറുതായിട്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മളിവിടെ കിടപ്പുണ്ട്. ഇനി ഇങ്ങോട്ടാണോ എന്തോ. നമ്മൾ വന്ന വഴി അവിടെ നിന്നാണ്. നമ്മൾ നൈസായിട്ടൊന്ന് ചെറുതായിട്ട് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ വാളുണ്ടോ? ഈ വാള് മിക്കവാറും ഇപ്പോൾ തീരും. എൻ്റെ ടൂൾസ് മൊത്തം അവിടെ കളിക്കുന്നത്. ടോർച്ചില്ല, ടോർച്ച് കിട്ടിയിട്ടുണ്ട് വാങ്ങിയിട്ട്. ഇനി കണ്ണ് കാണാം. ഡയമണ്ട് 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 ഈ ഡയമണ്ടിൻ്റെ ആവശ്യമില്ലേ? എന്നപ്പോഴും ചത്തല്ലോ. നമുക്ക് കളിക്കാതെ കിട്ടുന്നു. നമ്മളിപ്പം ഈ വാറെടുത്ത് കൈ വെക്കുക, ഇതെടുത്ത് കൈ വെക്കുക, ഇതെടുത്ത് കൈ വെച്ചോ. അല്ല വേണ്ട, ചിലപ്പോൾ എടുത്ത് കളയും. നമുക്കിനി ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഇവിടാണ് പട. അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഷീൽഡ് വേണം. ഷീൽഡ് വേണമെങ്കിൽ ഡയമണ്ട് അടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഇറങ്ങി നിന്ന് ഡയമണ്ട് കിട്ടി. ഡയമണ്ട് 2 ഡയമണ്ട് അങ്ങനെ നമ്മൾ കരസ്ഥമാക്കിയിരിക്കുന്നു ഗൈസ്. 2 ഡയമണ്ട്സ്. നമ്മുടെ മൊത്തം അയൺ ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് അയണിന് ഇനി ക്ഷാമം വരത്തില്ല. നമ്മുടെ ക്രാഫ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യും? വേറെ ക്രാഫ്റ്റിൻ്റെ കൂടെ പോയാ കുഴപ്പമില്ല, ഒന്നും ഉണ്ടാക്കാം. പൊളിക്കാം. പൊളിച്ചെടുക്കാം ഇത് മൊത്തം.
ഇതെന്തൊരു സാധനം ഗൈസ്? ഞാൻ പിന്നെ പറപ്പിന് കാണുമല്ലോ ഗൈസ്. അതായിരിക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി എന്നൊരു സംശയം. ഞെട്ടിയെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല ഞാൻ ഞെട്ടിയൊന്നും. എന്നിട്ട് ഇതിങ്ങോട്ട് പൊളിച്ചെടുക്കുക, നമുക്ക് ഇതങ്ങോട്ട് വെക്കുക, എന്നിട്ട് നമുക്ക് ആ ഷീൽഡ് അങ്ങോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഈ ഷീൽഡ് അങ്ങോട്ട് മാറ്റുക. ഇത് ഷീൽഡ് എപ്പോഴാണ് പൊട്ടുമെന്ന് പറയാൻ പറ്റത്തില്ലേ? നമുക്ക് റിസ്ക് എടുക്കാൻ പാടില്ല. ഏത് അതേ നിരീക്ഷ ജീവിയാണ്. പാൽ പശുണ്ട്. ലാവ അവിടെ നിറച്ച് ലാവ. മീനുള്ളൂ, മീനടി തരുന്നുണ്ട്. മാമനുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ അടി ഉറട്ടാക്കിയിട്ട് നമുക്ക് ആ ബ്രെഡ് എടുത്ത് തിന്നാം ഗൈസ്. തിന്നാം 4 ബ്രെഡ് പറ്റത്തില്ല. നമുക്കിനി പൊക്കട്ടെ തിന്നാം. കിഴങ്ങ് സമ്മതിക്കത്തില്ല. അതാണ് കിഴങ്ങ് കണ്ടിട്ട് അവന്മാർക്ക് പിടിക്കാത്ത. അടുത്ത കിഴങ്ങ് നമുക്കപ്പോൾ ഇങ്ങോട്ട് പിന്നെ വരാം കഴിച്ചു. നമുക്കില്ല പടയെന്ന് അടിച്ചിളക്കിയിട്ട് വരാം. ഇവിടെ നിറച്ച് ക്രീപ്പറും. എനിക്ക് വെള്ളം മാറിപ്പോയി. നേരത്തെ നിറച്ച് അണ്ണന്മാരുണ്ടായിരുന്നല്ലോ ഇവിടെ. എനിക്കറിഞ്ഞൂടാ. ലാവ ഉണ്ട്. ഇപ്പോൾ 17 മിനിറ്റ് സംതിങ് ആയി. ഞാനൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് ഗൈസ്. ഞാനീ ഇടുമ്പോഴും 17 മിനിറ്റ് ഒക്കെ തന്നെ ഗൈസ്. ഞാനാണെങ്കിൽ എഡിറ്റ് ചെയ്യാറൊന്നും ഇല്ലേ, എനിക്ക് അങ്ങനത്തെ ഉള്ള ശീലമൊന്നും ഇല്ലേ. ഇടയ്ക്ക് 2-3 വീഡിയോസ് അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് ഈ എഡിറ്റിങ്ങിന് ഇടുമ്പം അതിൻ്റെ പ്രോസസ്സിങ്ങിന് ഇച്ചിരി സമയം എടുക്കും ഗൈസ്. ഇനി ഞാൻ അടുത്ത വീഡിയോ ഇട്ട് ഇതാക്കി തുടങ്ങാം ഗൈസ്. എഡിറ്റിങ് ഇച്ചിരി സമയം എടുത്ത് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങാം ഗൈസ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയിലാണ്, അതുകൊണ്ടാണ് ഇച്ചിരി കുഴപ്പം. ഇനി നമുക്ക് ഉച്ചയ്ക്ക് വീഡിയോ എടുത്തിട്ട് രാത്രി ഒരു 7 മണി ആ സമയത്തൊക്കെ പറഞ്ഞാലും ഇച്ചിരി പാടാണ് ഗൈസ്. എനിക്ക് എന്നെ തന്നെ ഞാനനുസരിച്ച് എടുക്കാൻ പാടാണ്. നമുക്ക് ഇന്നത്തെ അടുത്തിടെ വീഡിയോയിൽ നമുക്കൊരു ഡയമണ്ടും കൂടെ എത്തിച്ചാൽ നമുക്ക് നെതറിൽ പോയിട്ടാണ് ഏറ്റവും വലിയ പണി. നെതറിൽ 4% കുടിക്കണം. ഞാണ്ടിരിക്കുന്ന ക്രാഫ്റ്റിൻ്റെ കൂടെ പൊട്ടണ ഇത്രയും ചെയ്ത പൊട്ടണ. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഉറങ്ങിയേക്കാം. അപ്പോൾ 18 മിനിറ്റ്. ഈ വീഡിയോ കാണുന്നല്ലായിരുന്നു ലൈക്ക് അടിക്കുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ഗുഡ് ബൈ ചെയ്യാം. ടാറ്റാ. ഇവിടെ നമുക്കൊരു പിക്ചറൊക്കെ വെക്കണം, അത് വീഡിയോ വെക്കണം. ടാറ്റ ബൈ ഗുഡ് ബൈ. അപ്പോൾ ടാറ്റ. എത്ര വട്ടം ടാറ്റ പറഞ്ഞ് നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കാണുന്നുണ്ടെങ്കിൽ എത്ര ടാറ്റ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾ പറയണം ഗൈസ്. എൻ്റെ കൂടെ ഒരു ടാറ്റയും കൂടി ഇട്ടോ, അപ്പോൾ എനിക്ക് ഞാൻ തിരിച്ചൊരു ടാറ്റ തരാം കേട്ടോ. അപ്പോൾ ടാറ്റ.